ചേട്ടത്തിയേ പാപ്പ ഇങ്ങെത്തി. അപ്പോൾ ഇത് മൂത്രം നമ്മൾ തന്നെ കുടിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിന് എല്ലാ അസുഖങ്ങൾക്കും മാറുന്നത് ആ ഒരൊറ്റ മൂത്രപാനം കൊണ്ടാകുന്നതാണ് പല ബുക്കുകളിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. റീസൺ വേണ്ട, അവനവന്റെ മൂത്രം അവനവൻ കുടിക്കുന്നു. അവനവന്റെ മൂത്രം ഒരു 200 ml ഒരു സ്റ്റീൽ ഗ്ലാസിനകത്ത് എടുത്ത് രാവിലെ ഫസ്റ്റ് മൂത്രം കുടിക്കുക. ഡോക്ടർ വേണ്ട, പിന്നെ ഡിസ്പെൻസറി വേണ്ട, ക്ലിനിക്ക് വേണ്ട, ആശുപത്രി വേണ്ട, എന്താണ് മരുന്ന് കട വേണ്ട, ഒന്നും വേണ്ട. നിർത്ത് എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. എന്നിട്ട് വൈകിട്ട് ഒരു 6 മണിയോടുകൂടി രണ്ടാമത് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ടാമതും കുടിക്കുക. അയ്യോ 4 തവണ കുടിക്കാം. അത് എത്ര ഒരു 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 തുള്ളി പോലും കളയാതെ കുടിക്കുന്നവർക്കുണ്ട്. മക്കളെ, ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ എൻ്റെ കരിയർ കണ്ടിട്ടില്ല. ബുദ്ധിമുട്ടായിരുന്നു അത്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ബാഡ് സ്മെല്ലൊന്നുമില്ല. മൂത്രം കുടിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ രോഗത്തിൽ വന്നിട്ടുണ്ട്, രോഗാവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി പറ, ഞാൻ വെറും കിണാപ്പനാണോ അതോ കിഴങ്ങനാണോ? തെറ്റിപ്പോയി, അല്ല ബുദ്ധിമാനാണോ?